നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ ചില മുൻ വീഡിയോകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2022 എനിക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയത്. അതിന് മുമ്പ് സാധാരണ ചെറിയ മൊബൈൽ ഫോണാണ് എല്ലാവരും പോലെയും ഞാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇതിൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതുപോലെയൊക്കെയുള്ള ചില പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും ലോകവുമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞത്. എന്നാൽ എനിക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മിനി കമ്പ്യൂട്ടറായ ഈ സ്മാർട്ട് ഫോൺ ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. ചില ചെറുപ്പക്കാർ എനിക്ക് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. അതിനുശേഷം ഞാൻ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ സംവദിക്കണം എന്ന് ആഗ്രഹിച്ചു. ആദ്യം ഞാൻ ഫേസ്ബുക്കിലാണ് ചില കാര്യങ്ങളൊക്കെ എഴുതിയത്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിനുശേഷം എങ്ങനെയോ ഞാൻ ഈ യൂട്യൂബിലേക്ക് കടന്നു. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സാധാരണ ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ അനുഭവ പാഠങ്ങളില്ലാത്തവരല്ല ഞങ്ങൾ സീനിയർ സിറ്റിസൺസ്. 10-70 വർഷക്കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അതുമല്ല, വയസ്സായ നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്നു, ആ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് സന്തോഷകരമാണ് എന്നും മനസ്സിലാക്കിയാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് കടന്നു വന്നത്. ഈ യൂട്യൂബിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് വിഷയം നമ്മൾ യൂട്യൂബിൽ വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. എങ്കിലും എന്നെ ആദ്യം പ്രേരിപ്പിച്ചത് ഭഗവത്ഗീത എന്ന് പറയുന്ന അമൂല്യമായ ലോകപ്രസിദ്ധമായ മനുഷ്യരാശിക്ക് ഇക്കാലവും ഗുണകരമായ ഒരു കൃതിയെക്കുറിച്ചാണ്. ഈ കൃതിയെക്കുറിച്ച് ഞാൻ വളരെ കുട്ടിക്കാലത്തെ കേട്ടിട്ടുണ്ട്. ചെറുപ്പകാലത്ത് എൻ്റെ ഗ്രാമത്തിൽ ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരിക്കൽ ഈ ഭഗവത്ഗീത കിട്ടി. അന്ന് എന്താണ് ഭഗവത്ഗീത എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് കൊണ്ടുപോയി വായിച്ചു. ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന ആ പടമാണ് ആ ബുക്കിൻ്റെ പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെയാണ്, എന്നാണ് ഉണ്ടായത്, എങ്ങനെ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിൽ വെച്ചാണ് ഭഗവാൻ അർജുനനെ ഉപദേശിച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലായെങ്കിലും ഈ ഭഗവത്ഗീതയുടെ ആശയങ്ങൾ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കത് വലിയ താല്പര്യവും തോന്നിയില്ല. ഞാനത് അന്ന് ഉപേക്ഷിച്ചു. പിന്നെ മുതിർന്നതിന് ശേഷം പല പ്രാവശ്യം ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു പുകമറ പോലെ ആണ് ഈ ഭഗവത്ഗീതയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഗീതയുടെ അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലായത്. അതിനുശേഷം വളരെ കാലം കഴിഞ്ഞു. വയസ്സൊക്കെ ആയതിനു ശേഷം പല ആശ്രമങ്ങളിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ഭഗവത്ഗീത പ്രഭാഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട്. അന്നൊക്കെ ഭഗവത്ഗീത എന്നാൽ ഇങ്ങനെ ഒരു വലിയ വില പിടിച്ച ഒരു ആത്മീയ ഗ്രന്ഥമാണ് എന്നറിയാമെന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഈ കോവിഡ് കാലം ഉണ്ടായപ്പോൾ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ ഞാൻ താമസിക്കുന്നിടത്തിരുന്ന് ഞാൻ ഈ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി. ഭക്തി വേദാന്ത സ്വാമിയുടെ വ്യാഖ്യാനമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. അത് വായിച്ച് ഒടുവിൽ പല ഭഗവത്ഗീതകളും ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഈ വായന അതൊരു പഠനമായിട്ട് മാറി.
അങ്ങനെ പഠിക്കാൻ തുടങ്ങിയാൽ ഭഗവത്ഗീത വായനയിൽ നിന്ന് അത് പഠനത്തിലേക്ക് മാറി. അപ്പോഴാണ് എനിക്ക് ഈ ഭഗവത്ഗീതയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമല്ല. മനുഷ്യരാശിക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു പുസ്തകമാണ് ഭഗവത്ഗീത എന്നെനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ 4-5 വർഷമായിട്ട് ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസേന പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഈ ഭഗവത്ഗീതയുടെ കണ്ടൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ ഒരു 10-20% എനിക്കറിയാവൂ. എങ്കിലും അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. ഞാനിന്ന് ചിന്തിക്കുന്നത്, ഈ ഭഗവത്ഗീത കുട്ടിക്കാലത്തെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം ഇന്നത്തേതിനേക്കാളും വളരെ മെച്ചം ആകുമായിരുന്നു. അന്ന് എനിക്ക് സാധിച്ചില്ലല്ലോ. ഇന്ന് ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ 10-20 കൊല്ലമായിട്ട് എൻ്റെ ജീവിതം വളരെ ദുഃഖകരമാണ്, സന്തോഷകരമല്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ അർജുനൻ നേരിട്ടതുപോലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം ഇന്ന് ദുഃഖപൂരിതമാണ്. പല രാത്രികളിലും എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉറങ്ങാൻ പോലും സാധിച്ചില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. അതിനൊക്കെ കാരണങ്ങൾ ജീവിതത്തിലുണ്ടായി. അതൊന്നും ഞാൻ തൽക്കാലം ഇവിടെ വിവരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ക്രമേണ എൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. അലയടിച്ച് വളരെ ശക്തിപൂർവ്വം അലയടിച്ചു വരുന്ന തിരമാലകൾ പോലെ, കടലിലെ തിരമാലകൾ പോലെ നമ്മുടെ മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് ഈ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിയാൽ പതുക്കെ പതുക്കെ ആ കടൽ, ആ തിരമാലകൾ ശാന്തമാകുന്നത് നമുക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് അനുഭവപ്പെട്ടു. ഇന്ന് ഞാൻ നല്ലതുപോലെ ഉറങ്ങുന്നുണ്ട്. എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സങ്കടപ്പെടുന്നില്ല. ഒരുപാട് പേര് ചതിച്ചതിൻ്റെ പേരിൽ അവരോടുണ്ടായിരുന്ന വൈരാഗ്യമൊക്കെ ഇന്ന് ഒരു പരിധിവരെ അലിഞ്ഞുപോയി. കുറേ ശാന്തമായി മനസ്സ്. പൂർണ്ണമായിട്ടും ആയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മനസ്സ് കുറേ ശാന്തമായി. അതിന് കാരണം ഞാൻ പഠിച്ച വിഷയങ്ങളോ എൻ്റെ ജീവിത അനുഭവങ്ങളോ അല്ല. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നത് പരീക്ഷ എഴുതി ഡിഗ്രിയോ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ ഒക്കെ നേടാൻ വേണ്ടിയാണ്, അല്ലാതെ ജീവിതത്തിന് വേണ്ടിയല്ല. അതൊക്കെ ജീവിതത്തിന് തന്നെയാണ്, ജീവിതത്തിൻ്റെ തയ്യാറെടുപ്പിന് അല്ലെങ്കിൽ ജീവിതത്തിന് കരുത്ത് നൽകാൻ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതും ബിരുദമെടുക്കുന്നതും ഉദ്യോഗം നേടുന്നതുമല്ല. അത് സംബന്ധിച്ചു ഭൗതിക ജീവിതത്തിനാണ് അത് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ ഭൗതിക ജീവി മാത്രമല്ല, അതിലുപരി എന്തൊക്കെയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നില്ല. ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു ഈ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സ്കൂളും കോളേജുമൊക്കെ. എന്നാൽ എങ്ങനെ ജീവിക്കണം എന്ന് അതിൽ നിന്നൊന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ കൊച്ചു പുസ്തകം 701 ശ്ലോകം, ചിലതിലൊക്കെ 700 ഉള്ളൂ. ആ 700 ശ്ലോകങ്ങളിലൂടെ നാം പഠിക്കുന്നത് വളരെ വലിയ ജീവിതമാണ്. നമുക്ക് എങ്ങനെ ജീവിക്കണം. മറ്റു കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ ഇന്ന് കടക്കുന്നില്ല. ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് എങ്ങനെ ജീവിതം സമ്പാദിക്കാമെന്നല്ല ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ഇന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാം, എങ്ങനെ നിങ്ങൾക്ക് സമൂഹത്തിൽ നേതാവാകാം, എങ്ങനെ നിങ്ങൾക്ക് സുഖഭോഗങ്ങൾ ആർജിക്കാം. ഇതാണ് ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം.
പക്ഷേ ഇതിൽ നിന്നൊന്നും നമുക്ക് ഒരു മനുഷ്യന് എന്നെപ്പോലെ ഉള്ള ഒരു സീനിയർ സിറ്റിസണ് അല്ലെങ്കിൽ ഒരു വയസ്സായ മനുഷ്യന് ശാന്തിയും സമാധാനവും ഒന്നും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മാത്രമല്ല, ലോകമെമ്പാടും ഭഗവത്ഗീതയെക്കുറിച്ച് ഒരുപാട് ആചാര്യന്മാർ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ഭഗവത്ഗീതയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അതിൽ ഭഗവത്ഗീതയെക്കുറിച്ച് 100 വീഡിയോകൾ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റിലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഈ ഭഗവത്ഗീതയെക്കുറിച്ചാണ്. എൻ്റെ ഭഗവത്ഗീത ആര് കേൾക്കാൻ? ഞാൻ ഭഗവത്ഗീത 20-22 വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഭഗവത്ഗീത പഠിപ്പിക്കാനല്ല ഞാൻ ആ വീഡിയോ ഇട്ടത്. ഞാൻ പഠിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ ജീവിത ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്, മനസ്സിന് ശാന്തിയില്ലാത്തവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ശാന്തി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് വളരെ കോളം നിറഞ്ഞ സമുദ്രം പോലെ അശാന്തി നിറഞ്ഞ ജീവിതമായിരിക്കാം നിങ്ങളത്. അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത പഠിക്കുക. അത് നിങ്ങൾക്ക് ശാന്തി നൽകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഉദ്ദേശിച്ചത്. അത് ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കാനല്ല. ഭഗവത്ഗീത പഠിപ്പിക്കാനുള്ള അറിവ് എനിക്കിപ്പോഴും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക്, എന്നെക്കാളും ഉയർന്ന പണ്ഡിതന്മാരെയല്ല ഞാനിത് പറയുന്നത്, പണ്ഡിതന്മാരോടല്ല. ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അല്ലാതെ വലിയ പണ്ഡിതന്മാരൊന്നും ഞാൻ പറയണത് കേൾക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഈ ഭഗവത്ഗീത പഠിക്കുക. നിങ്ങൾ പഠിക്കുക, വായിച്ചാൽ പോരാ, പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഭഗവത്ഗീത വായിച്ചാൽ പോരാ. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകം പലരും പഠിക്കുന്നപ്പോൾ അവർക്ക് കിട്ടുന്നത് പലതരത്തിലാണ്. ഇപ്പോൾ ഒരാചാര്യൻ പറയുന്നു ഭഗവത്ഗീതയെക്കുറിച്ച് അർത്ഥം ഒന്നാണ്. ഒരു ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നത് എല്ലാവരും ഒന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ അർത്ഥത്തിനെ വ്യാഖ്യാനിക്കുന്നത്, അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്, അത് നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുന്നത് പലതരത്തിലാണ്. അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം. ഒരുപക്ഷെ ഇത്രയും ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം ഈ ലോകത്തുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. എല്ലാ മതങ്ങൾക്കും മതഗ്രന്ഥങ്ങളുണ്ട്, അതിലെല്ലാം വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഭഗവത്ഗീത അതല്ല. ഭഗവത്ഗീത ഒരു അത്ഭുത സൃഷ്ടിയാണ്. ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് എന്ന് പറയുന്നത് അതാണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് പറയുന്നത് അതൊരു മരുന്നാണെന്നാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മുറിവുകൾ ഉണക്കുന്നതും മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതും അതിനൊക്കെയുള്ള കഴിവുള്ള ഒരു മരുന്നാണ് ഈ ഭഗവത്ഗീത. ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത അമൂല്യമായ അപൂർവമായ സിദ്ധികളുള്ള ഒരു മരുന്നാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീത നിങ്ങൾ പഠിക്കണം. ആ ഭഗവത്ഗീത നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. നമുക്കൊക്കെ അത് വേണ്ട സമയത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല. വേണ്ട സമയത്ത് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാളും മനഃശാന്തി ലഭിക്കും. ഇന്നും എൻ്റെ ജീവിതത്തിൽ മനഃശാന്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ മനപ്രയാസങ്ങൾ, മനസ്സിലുള്ള ചാഞ്ചല്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത പഠിച്ചതുകൊണ്ട്, എന്നല്ലാതെ പൂർണ്ണമായിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്നത്തെക്കാളും ഈ വയസ്സുകാലത്ത് മനഃശാന്തി ലഭിക്കുമായിരുന്നു. കാരണം മരുന്ന് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമല്ലേ അതിന് ഗുണമുള്ളൂ. ഒരു രോഗം മൂർച്ഛിച്ചതിന് ശേഷം ചിലപ്പോൾ മരുന്ന് കൊണ്ട് ഉപയോഗപ്പെടില്ല. ആരംഭകാലത്തെ ആ മരുന്ന് ഉപയോഗിച്ചാൽ ആ രോഗം ചിലപ്പോൾ ഭേദമാകും.
എന്നതുപോലെ പഠിക്കേണ്ട സമയത്ത് തന്നെ പഠിക്കണം. നമുക്ക് ഒരു ചീപ്പ് നമ്മുടെ കയ്യിൽ കിട്ടി, അത് ചീപ്പ് തലവേദനയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ തല കഷണ്ടിയായിപ്പോയി, പിന്നെ നമുക്ക് ചീപ്പ് കൊണ്ട് എന്ത് ഉപയോഗം എന്നതുപോലെ യഥാസമയത്ത് നമുക്ക് കിട്ടേണ്ട അറിവ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വളരെ മോശമായി മാറും. ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ചെറുപ്പക്കാർ ജീവിതം വളരെയേറെ ദുഷ്കരമായ ഒരു അവസ്ഥയിലാണ്. ഒരുപാട് പേര് ഇന്ന് ദുഃഖിതരാണ്. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ഒന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അതിനൊക്കെ കാരണം നമ്മുടെ അറിവുകേടാണ്. നമ്മുടെ ഓരോ മനുഷ്യരുടെ അറിവുകേടാണ് ഇതിനെല്ലാം കാരണം. ആരെയും നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അത് വ്യക്തമാക്കി തരികയാണ് ഭഗവത്ഗീത. അത് ഒരാൾ പറയുന്നത് കേട്ട്, ഒരാചാര്യൻ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പഠിക്കുകയല്ല വേണ്ടത്. അത് ഞാൻ അതിനൊരു പ്രേരണ എന്നെപ്പോലെയുള്ളവർക്ക് പറഞ്ഞു, നിങ്ങളിതൊന്ന് പഠിച്ചു നോക്കുക, നിങ്ങൾ ഈ മരുന്നൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങളെ എങ്ങനെ പ്രവർത്തിക്കും, നിങ്ങളിത് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പലതരത്തിൽ പ്രവർത്തിക്കും. അത് എന്നിൽ പ്രവർത്തിച്ച രീതിയിലായിരിക്കില്ല നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഭഗവത്ഗീത തത്വങ്ങളും ഭഗവത്ഗീതയുടെ അർത്ഥങ്ങളും ഒക്കെ പലരിലും പല രീതിയിലാണ് പ്രവർത്തിക്കുക. എങ്കിലും അവർക്കെല്ലാം ഇത് മരുന്ന് തന്നെയാണ്. മനസ്സിനും ശരീരത്തിനുമുള്ള മരുന്ന് തന്നെയാണ് ഭഗവത്ഗീത. അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ഞാൻ ഇതിലിട്ട എപ്പിസോഡുകൾ അല്ലെങ്കിൽ വീഡിയോകൾ വലുതായിട്ട് ആരും കാണുന്നില്ല. 5, 10, 15, 25 ഒക്കെ ആളുകൾ കാണുന്നുള്ളൂ. അതെല്ലാം പ്രശ്നമല്ല. ആര് കാണുന്നുണ്ടോ അവരോട് ഞാനിത് പഠിപ്പിക്കുകയല്ല, ഞാൻ അവരോട് ഒരു റെക്കമെൻഡേഷൻ നടത്തുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ, ഈ യൂട്യൂബിലൂടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലുള്ള ഈ തത്വങ്ങൾ ഈ മരുന്നുകളായിട്ട് ഞാൻ കാണുകയാണ്. ഓരോ ഗുളികകളായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ ലേഹ്യമായിട്ടോ തൈലമായിട്ടോ ഒക്കെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ മരുന്ന് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അത് പ്രവർത്തിക്കും. മറ്റുള്ള മരുന്നുകൾ മനസ്സിന്, മാനസിക രോഗത്തിന് ഒരു മരുന്ന്, ശാരീരിക രോഗത്തിന് മറ്റൊരു മരുന്ന്, അങ്ങനെയൊക്കെയാണ്. ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിലും ഒരുപോലെ പ്രവർത്തിക്കും. അത് മാത്രമല്ല, ഈ മരുന്ന് പ്രയോഗിച്ച് ഒരിക്കൽ രോഗം ഭേദമായാൽ പിന്നെ ആ രോഗം വരില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഭഗവത്ഗീതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന മരുന്നിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ശാസ്ത്രജ്ഞന്മാരാരും ഇതുപോലൊരു മരുന്ന് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ മരുന്ന് അത് എങ്ങനെയൊക്കെയാണ് ആ മരുന്നിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ഓരോ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഇതിലുള്ളത് എന്നിൽ സ്വാധീനിച്ച ആ മരുന്നുകൾ അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ശ്ലോകങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഭഗവത്ഗീത ഇന്ന് വരെ പഠിച്ചിട്ടില്ലാത്തവരുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ വന്നത്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഭഗവത്ഗീതയെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിൽ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതാനുഭവങ്ങൾ, നടന്ന കാര്യങ്ങൾ, മണ്ടത്തരങ്ങൾ, ബുദ്ധിമോശങ്ങൾ, ഇതൊക്കെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും അത് വരാതെ നോക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ സമൂഹത്തിന് അത് ഗുണം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് എൻ്റെ ഈ ചിന്തയുടെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ഭഗവത്ഗീതയുടെ ഈ മന്ത്രങ്ങൾ, ഭഗവത്ഗീത ഒരു ഉപനിഷത്താണ്. ഉപനിഷത്തിനെ മന്ത്രങ്ങളെന്നാണ് പറയുന്നത്, ശ്ലോകങ്ങളെന്നല്ല പറയുന്നത്, മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ അതെല്ലാം ഓരോ ഗുളികകളാണ്, മരുന്ന് ഗുളികകളാണ്. അത് എങ്ങനെയൊക്കെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നത് എന്ന് എൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ, എനിക്ക് വളരെ പരിമിതമായ അറിവേ ഉള്ളൂ. ഞാൻ ഈ
4-5 കൊല്ലം കൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് അല്പസ്വല്പം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് വരുന്ന ആളുകളിൽ ഇതുപോലുള്ള വീഡിയോകളിലൂടെ സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സഹകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്യണത് എനിക്ക് വളരെ സന്തോഷകരമായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.